ശുചിത്വ സാഗരം സുന്ദര തീരം ചെറായി ബീച്ചിൽ ഉദ്ഘാടനം നടന്നു. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പരിപാടിയായ ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടം വൈപ്പിൻ മേഖലയിൽ ചെറായി ബീച്ചിൽ KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കലർന്ന കാറ്റേക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ അത് കൂടുതൽ ഉദ്ദീപിപ്പിക്കും എന്നുള്ളതാണ് സങ്കല്പമല്ല യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ടാണ് കടൽ തീരത്തെ പ്രണയിക്കാനും അതുപോലെ കടൽ തീരത്തോട് കൂടുതൽ ആഭിമുഖ്യമെല്ലാം മനുഷ്യർക്ക് പണ്ടുകാലം മുതലുള്ളത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ ഈ തീരദേശത്തെ പ്രത്യേകിച്ച് കടലോരങ്ങളെ രാവിലെ 7 മുതൽ 11 വരെ നടന്ന പരിപാടിയിൽ 1402 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു. മുനമ്പം മത്സ്യഭവനു കീഴിൽ പള്ളിപ്പുറം, കുഴുപ്പുള്ളി, എടവനക്കാട് പഞ്ചായത്തുകളിലെ 13 ആക്ഷൻ പോയിന്റുകളിലായി മാലിന്യ ശേഖരണം നടന്നു. ജില്ലയിലെ മൊത്തം 46 സെന്ററുകളിലായി 10,916 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ് നീക്കം ചെയ്തത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ NSK ഉമേഷ് വിശിഷ്ടാതിഥിയായി. ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ജനങ്ങൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കണം. ഒരിക്കൽ കൂടി നമ്മുടെ ബീച്ചസ് എല്ലാം വളരെ ക്ലീനായിട്ട് വെക്കാനുമാണ് ഈ പരിപാടി സർക്കാർ ആവിഷ്കരിച്ചത്. ഫിഷറീസ് മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ് P, പ്ലാനറ്റ് എർത്ത് കോർഡിനേറ്റർ അലൻ സിറിയാക്, എഡ്രാക്ക് പ്രതിനിധി IJ ജോളി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനി, കൊച്ചിൻ കോർപ്പറേഷൻ, പ്ലാനറ്റ് എർത്ത് എന്നിവയുടെ സഹായത്തോടെയാണ് നീക്കം ചെയ്തത്. ആകെ 1591 സന്നദ്ധ പ്രവർത്തകർ യജ്ഞത്തിൽ പങ്കാളികളായി.